എൻ്റെ പേര് ജീന ജോർജ്. ഞാൻ കറുകടം കോതമംഗലത്തു നിന്ന് വരുന്നു. ഹയർ സെക്കൻഡറി അധ്യാപികയാണ്. 2019 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും അധ്യാപകരാണ്. ഒരു 10-15 വർഷമായിട്ട് ഞങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഭവനത്തിന് വേണ്ടി അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ ഒന്നും ഒരു തീരുമാനമാവുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തക എന്നെ ഒത്തിരി നിർബന്ധിച്ചിട്ടാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുക. അന്നേരം ഞാനൊരു സിസ്റ്റേഴ്സൊക്കെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയത്തിലാണ് പഠിപ്പിക്കുന്നത്. ഹസ്ബൻഡും ഒരു രൂപതയുടെ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൂടെയുള്ള അധ്യാപകർക്കൊന്നും അത്ര താല്പര്യമില്ലായിരുന്നു. എന്നിരുന്നാലും ഞാൻ ഒത്തിരി അന്വേഷിച്ച് ഒത്തിരി മനസ്സിലാക്കി ഒരു വിമർശന ബുദ്ധിയോടുകൂടിയൊക്കെ തന്നെയാണ് ആദ്യം വരിക. പക്ഷേ രണ്ടാമത്തെ വരവിൽ അന്ന് എല്ലാ മാസം തന്നെ ഇവിടെ ചൊവ്വാഴ്ച ധ്യാനം കൂടാനായിട്ട് വരുമായിരുന്നു. അന്നേരം ഞാനൊരു നിരീക്ഷണ ബുദ്ധിയോടുകൂടിയാണ് ഇത് നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. അന്നേരം എന്നെ മനസ്സിലാക്കി തരുന്ന വിധത്തിൽ എന്നോണം എൻ്റെ കൂടെയുള്ള ഒരു ചേച്ചി, ഞാനൊന്നും ഒരു പരിചയമില്ലാത്ത ആ ചേച്ചി എന്നോട് ആ ചേച്ചിക്ക് കിട്ടിയ ഒത്തിരി അനുഗ്രഹങ്ങൾ ഇങ്ങനെ എൻ്റെ കൂടെ നിന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ എനിക്കൊരു വിശ്വാസം വന്നു. കാരണം എന്നെ അതുപോലെ എൻ്റെ ആൻറ്റിയും ഒരു സിസ്റ്ററാണ്. എല്ലാവരും, എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ വരുന്നതേ ഇങ്ങോട്ട് പോരുന്നെന്ന് കേൾക്കുമ്പോൾ തുടങ്ങി വഴക്ക് പറയും. തിരിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി ഞാൻ വഴക്ക് കേൾക്കും. അപ്പോൾ എനിക്ക് ആകെ തന്നെ ഒരു വിഷമമായിരുന്നു. എന്നിരുന്നാലും ഞാനിതിനെ നിരീക്ഷിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തു വന്നാലും ഇതൊരു നവീകരണത്തിന് ഉതകുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞാനിതിൽ തന്നെ ഉറച്ചു നിന്നു. ഞങ്ങളുടെ അധികം താമസിയാതെ 2019 അവസാനമായപ്പോഴേക്കും ഒരു തീരുമാനത്തിലെത്തി. വീട് അവിടെ തന്നെ ഉള്ള വീട് നന്നായിട്ടൊന്ന് മോഡിഫൈ ചെയ്യാമെന്ന്. പക്ഷെ ആ തീരുമാനമെടുത്ത് അധികം താമസിയാതെ അതിന് വേണ്ടിയിട്ട് പദ്ധതികൾ പ്ലാൻ ചെയ്തു വന്നപ്പോഴേക്കും ഒത്തിരി തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ അസുഖങ്ങളായിട്ട് മറ്റ് പല രീതിയിലും നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ട് ഒത്തിരി തടസ്സങ്ങൾ ഞങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നു. എന്നിരുന്നാലും ആ വിശ്വാസം നമ്മളെ പരീക്ഷിക്കപ്പെടുന്നത് പോലെ തന്നെയുള്ള പരീക്ഷണങ്ങൾ തന്നെയായിരുന്നു. അതിനോടനുബന്ധിച്ച് നമ്മുടെ കൃപയും മാതാവിലുള്ള വിശ്വാസവും അതുപോലെ എല്ലാ ദിവസവും ടോക്ക് ഒരു നേരത്തിന് പോലും പല നേരം ടോക്ക് കേൾക്കുകയും ആരാധനയിൽ പങ്കെടുക്കുകയും കൂടുതൽ പ്രാർത്ഥന ചെല്ലുകയും അങ്ങനെ ആ പരീക്ഷണങ്ങളൊക്കെ അതിജീവിക്കുകയും എല്ലാ ദിവസവും തന്നെ വിശുദ്ധ ബലിയിൽ, അന്നേരം ഞങ്ങൾ ജോലിക്കാരായതുകൊണ്ട് ഹസ്ബൻഡിന് ഒത്തിരി നേരത്തെ പോകുന്നതുകൊണ്ടും അത്ര താല്പര്യമൊന്നുമില്ലായിരുന്നു വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനായിട്ട്. എന്നിരുന്നാലും എല്ലാ ദിവസവും ആ തടസ്സങ്ങളെയൊക്കെ നേരിട്ടുകൊണ്ട് എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പോകുകയും 3 കിലോമീറ്റർ അപ്പുറമാണ്. എന്നാലും ഞാൻ സ്കൂട്ടർ ഓടിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് പോയ ശേഷമാണ് ജോലിക്ക് പോയിരുന്നത് എല്ലാ ദിവസവും തന്നെ. അങ്ങനെ ഒരു 1.5 വർഷത്തോളം ആ തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് നല്ലൊരു രീതിയിൽ തന്നെ ഭവനം പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. കാരണം അതോടൊപ്പം തന്നെ എൻ്റെ വിശ്വാസം എന്തിനേയും നേരിടാനുള്ള ഒരു ശക്തി എനിക്ക് ലഭിച്ചു. എൻ്റെ മക്കൾക്കും എൻ്റെ ഹസ്ബൻഡിനും, കാരണം എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വേദപാഠം എല്ലാം ചെയ്യുന്നതാണ്. പക്ഷെ ആ വിശ്വാസം പല പരീക്ഷണങ്ങളാൽ പരീക്ഷിക്കപ്പെടുമ്പോഴാണല്ലോ നമ്മുടെ വിശ്വാസം ഉറച്ചതാവുന്നത്. എൻ്റെ മക്കൾക്കും അത്തരത്തിലൊരു വിശ്വാസത്തിലേക്ക് വരുവാനായിട്ട് സാധിച്ചു. അത്രമാത്രം പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ 2019 എൻ്റെ മകൻ +2 കഴിഞ്ഞ് JEE മെയിൻസ് എഴുതിയിരുന്നു. JEE മെയിൻസിന് അത്യാവശ്യം നല്ല സ്കോർ തന്നെ കിട്ടിയിരുന്നു, 97% കിട്ടിയിരുന്നു. പക്ഷേ അതിനുശേഷം ബോർഡ് എക്സാമും കഴിഞ്ഞ് അതിനുശേഷം എല്ലാവർക്കും അറിയാവുന്ന പോലെ JEE അഡ്വാൻസിന് ക്വാളിഫൈ ആയി. 1.5 മാസം അത്രമാത്രം തീക്ഷ്ണമായി പഠിക്കേണ്ട ഒരു സമയമാണ്. 1.5 മാസം അത്രമാത്രം അധ്വാനിച്ച് മാത്രമേ JEE അഡ്വാൻസ് ക്വാളിഫൈ ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ആ ഒരു സമയത്ത് മകൻ വേറെ എൻ്റെ അടുത്തല്ലായിരുന്നു, ഒരു പേയിങ് ഗസ്റ്റായിട്ടാണ് നിന്നിരുന്നത്. അവർ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ നോക്കി കഴിഞ്ഞപ്പോൾ JEE അഡ്വാൻസിന് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആൻറ്റിയോട് പറഞ്ഞു, ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാൻ പോവുക, ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോകാമെന്ന് പറഞ്ഞു. ഓക്കെ, ആൻറ്റി സമ്മതിച്ചു. പോയി പ്രിൻ്റ് എടുത്തു വന്നു. ഒരു ഫുൾ ബണ്ടിൽ, ഫോട്ടോസ്റ്റാറ്റ് ബണ്ടിൽ എന്തോ പ്രിൻ്റ് എടുത്തിട്ട് വന്നു. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ എന്തോ ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ട്. റൂം അടച്ചിട്ട് നമ്മളൊരു സിംഗിൾ റൂമൊക്കെ എടുത്ത് കൊടുത്തേക്കുവാണ്, ഫുള്ളായിട്ട് ഇരുന്ന് പഠിക്കണം എന്നൊക്കെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട്.
അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു വെള്ളം കുടിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വരുമായിരുന്നു, ഇപ്പോൾ അങ്ങനെ വരുന്നില്ല, പകലില്ലാത്ത എന്തോ വായിക്കുന്നോ സംശയമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കിക്കോളൂ, സൂക്ഷിച്ചോളൂ, ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞു. അവർ നോക്കി 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ടീച്ചറെ പഠിക്കുകയല്ല, എന്തോ വായിക്കുകയാണ്. ഞാൻ പറഞ്ഞു അതൊന്നും അവൻ ഇല്ലാത്ത സമയത്ത് ഒന്ന് റൂമിൽ കയറി ഒന്ന് പരിശോധിക്കേ. അപ്പോൾ അവർ പറഞ്ഞു കുറേ എന്തോ ഒരു സാധനം ഫുൾ പ്രിൻ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മോനെ എൻ്റെ തന്നെ വീട്ടിലേക്ക് പെട്ടെന്ന് വിട്ടോളാൻ പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ ആ മൂഡൊക്കെ മാറിപ്പോയി, ഇവനാകെ മാറിപ്പോയി. ഇവന് ആരോടും സംസാരിക്കില്ല, ഒറ്റയ്ക്ക് കയറിയിരിക്കുന്നു, ഇതിങ്ങനെ വായിക്കുന്നു. നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ആകെ എൻ്റെ അന്നേരത്തെ കാരണം ഹസ്ബൻഡും ഒത്തിരി ദേഷ്യപ്പെട്ടു തുടങ്ങി. കാരണം ഇത്രയും ഒക്കെ ആയ അവസ്ഥയിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ കൊണ്ട് ഇതുപോലെ ആവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡും സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും പ്രാർത്ഥനയിൽ ഒത്തിരി ആശ്രയിച്ച് ഉടമ്പടി ഉപ്പ് നമ്മൾ ഭക്ഷണത്തിലും പനി ലൈം ജ്യൂസിലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് ഏറെ മാറ്റങ്ങളുണ്ടായി. പിന്നെ നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കുകയും കുറേ ദിവസങ്ങൾ അവൻ്റെ കൂടെ പിന്നെ ഞാൻ ഇരുന്ന് ഒക്കെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് കേരള എൻട്രൻസ് എഴുതാൻ കഴിഞ്ഞപ്പോൾ മാത്സിൻ്റെ എക്സാമിന് പോയിട്ട് ഒരു മൂഡില്ല എന്നും പറഞ്ഞിട്ട് ഇച്ചിരി 1-2 ആൻസറൊക്കെ എഴുതിയിട്ട് തിരികെ പോന്നു. മറ്റ് 2 എക്സാം കുഴപ്പമില്ലാതെ എഴുതിയുണ്ട്, അത്യാവശ്യം ഇടത്തരം ഒരു റാങ്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ പ്രതീക്ഷിക്കാത്ത ഒരു റാങ്കോ യാതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എന്തായാലും മോൻ ഹോസ്റ്റലിലേക്കൊന്നും പോകണ്ട, ഇവിടെ അടുത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നോ, ഇവിടെ തന്നെ പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അവന് നമ്മുടെ പ്രാർത്ഥനയും നന്നായി ശക്തിപ്പെടുന്നുണ്ടായിരുന്നു. അതനുസരിച്ച് ഇവനൊരു മാറ്റം വന്നു. ഇവൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. ഓക്കെ റിപ്പീറ്റ് ചെയ്യോ, കാരണം മൊബൈലും നെറ്റ്വർക്കും യാതൊന്നും അവൈലബിൾ അല്ലല്ലോ റിപ്പീറ്റ് ചെയ്യുന്നിടത്ത് ഹോസ്റ്റലിൽ. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി റിപ്പീറ്റിന് പോയി. പക്ഷേ അങ്ങനെ 2020 അറിയാലോ കൊറോണ വന്നു. അങ്ങനെ തന്നെ വീട്ടിലോട്ട് വന്നു. വീണ്ടും നമ്മൾ എത്രയൊക്കെ സൂക്ഷിച്ചു വെച്ചാലും മൊബൈൽ എടുക്കും, ഈ നെറ്റ്വർക്ക് വെബ് നോവൽ വായിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം. നമ്മൾ ശക്തിപ്പെട്ട് മാതാവിൽ ആശ്രയിച്ചു, പ്രാർത്ഥിച്ചു. എന്തായാലും പിന്നെ അവരുടെ ക്ലാസ് ടീച്ചേഴ്സും ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞ് എന്തായാലും നമ്മൾ മാതാവിൽ വളരെ ശക്തിയായി മുറുക്കെ പിടിച്ച് പ്രാർത്ഥനയിൽ ശരണപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അവന് JEE അഡ്വാൻസ് ക്ലിയർ ചെയ്തു, നല്ലൊരു റാങ്ക് കിട്ടി. ഇപ്പോൾ IIT ഖരഗ്പൂർ പഠിക്കുന്നു. അതിനുശേഷം 2021 ആയപ്പോഴേക്കും വീട് പണി പൂർത്തിയാകുകയും ഹസ്ബൻഡ് റിട്ടയർമെൻറ്റ് അനുവദിച്ച് എല്ലാം ഭംഗിയായി പൂർത്തിയാക്കുകയൊക്കെ സാധിച്ചു. മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹവും അതോടൊപ്പം തന്നെ ഒത്തിരി സംരക്ഷണം. കാരണം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചില അപകടങ്ങൾ തന്നെ ഉണ്ടായി, അല്ലെങ്കിൽ സാധ്യതകളൊക്കെ ഉണ്ടായി. അതിൽ നിന്നൊക്കെ ശക്തമായ ഒരു സംരക്ഷണം ലഭിച്ചു. ഇതൊക്കെ എൻ്റെ വിശ്വാസ ജീവിതത്തെ ഒത്തിരി ആഴപ്പെടുത്താനായിട്ട് സഹായിച്ചു, മറ്റുള്ളവരിലേക്ക് പകരാനും എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു അനുഗ്രഹം. മക്കളിലേക്കും ഞാനായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരിലേക്കും എൻ്റെ സഹോദരങ്ങളിലേക്കൊക്കെ ആ വിശ്വാസത്തിൻ്റെ ഒരു തീഷ്ണത, അതിൻ്റെ ലെവൽ ഒന്ന് ഡെപ്തിലേക്ക് പോകാനായിട്ട് എന്നെ സഹായിച്ചു എന്നുള്ളതാണ് കാര്യം. ആദ്യം ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നാലും എല്ലാം നല്ലൊരു അനുഗ്രഹങ്ങൾ അവസാനം ലഭിക്കുകയുണ്ടായി. പിന്നീട് ഈ കഴിഞ്ഞ ജൂലൈയിൽ എൻ്റെ അമ്മ ഒരു ട്രീറ്റ്മെൻറ്റ് പോയി. അവസാനം മൊത്തം തളർന്ന് പോയി, കിടപ്പിലായിപ്പോയി. വല്ലാത്ത വേദനയും ഒക്കെ ആയിട്ട് 2-3 മാസം ഞങ്ങൾ മക്കൾ മാറി മാറി നിൽക്കുകയും രാത്രി ഉറക്കമില്ല. അതുപോലെ വേദനയായി കഴിഞ്ഞ് ഒരു രക്ഷയില്ല. മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫലമില്ലാത്ത ഒരവസ്ഥയിൽ എത്തുന്നവരായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കും വിഷമം, അമ്മച്ചിക്ക് ആകെ നിരാശ, അല്ലാത്തൊരു അവസ്ഥയായിരുന്നു. പിന്നെ ഒരു 3 മാസം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു എന്തായാലും ഞാനൊന്നും നോക്കുന്നില്ല, ഞാൻ കൃപാസനത്തിൽ വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ബുക്ക് ചെയ്യാതെ ഒന്നും വരാനും പറ്റില്ല. തളർന്ന് കിടക്കുന്ന ആൾ വളരെയും സഹായത്തിലാണ് നമുക്ക് വണ്ടിയിലൊന്ന് കയറ്റാൻ പറ്റുക. അങ്ങനെ ഇരിക്കുകയും അമ്മച്ചി എന്നോട് പറയുക നിനക്ക് വരാൻ പറ്റുമോ തിങ്കളാഴ്ച, ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു അമ്മച്ചി എന്തായാലും അച്ഛൻ അവിടെയുണ്ട്, എന്തായാലും പോവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും മകനെയും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വരാനിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ തിങ്കളാഴ്ച ലീവ് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അമ്മച്ചും അറിയില്ല, എനിക്കും അറിയില്ലായിരുന്നു. പക്ഷെ അമ്മച്ചിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ റെഡിയാന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ വരാനായിട്ട് ഇത് എങ്ങനെ വരും എന്ന് എനിക്ക് ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മച്ചി വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് ഒക്കെ ഇരിക്കുക. പക്ഷെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞ കിടപ്പ് രോഗികളെ കൊണ്ടുവരുമ്പോൾ മുമ്പേ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി. കാരണം അതുപോലെ തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിനെ എല്ലാവരും കൂടി വണ്ടി കയറ്റി ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് 5:30 പോകുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഉത്തരവും കിട്ടിയില്ല. അവർ പറഞ്ഞു ആരോട് ചോദിച്ചാൽ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരവുമില്ല. എന്തായാലും ഒരു 1:30 മണിയായി കഴിഞ്ഞപ്പോൾ എനിക്ക് അവസാനം അനുവാദം കിട്ടി. അമ്മച്ചീനെ അച്ഛനെ കാണാനുള്ള ടോക്കൺ കിട്ടി. 1:30 ആയപ്പോൾ കാറ് ഇവിടെ സൈഡിൽ വന്ന് പാർക്ക് ചെയ്യുകയും അച്ഛൻ വന്ന് ബ്ലസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ വീട്ടിൽ തിരിച്ചു പോയി. അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു നിരാശ മാറി ഒരു പ്രത്യാശയിലേക്ക് വന്നു. പിന്നെ വേദനയ്ക്ക് ഉണ്ടെങ്കിലും ഒരു സഹിക്കാനുള്ളൊരു കൃപ കിട്ടി.
ഇനി പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ വാർഡ് പ്രാർത്ഥന നടന്നപ്പോൾ ജപമാല ഒക്ടോബർ 27-ന് കൊന്ത വീട്ടിൽ നടക്കുന്ന സമയത്ത് അമ്മച്ചിക്ക് ഒരു മാതാവിൻ്റെ ഒരു സാന്നിധ്യം കിട്ടുകയും മാതാവ് മുഖത്ത് വന്ന് തലോടുന്നതായിട്ട് അനുഭവപ്പെടുകയും ചെയ്തു. അതിനുശേഷം 2 ദിവസത്തിനകം ഞങ്ങൾ വേറൊരു ഡോക്ടറെ കാണുകയും ഒന്നരാഴ്ച ഹോസ്പിറ്റലൈസ് ചെയ്യുകയും പിന്നെ അതിനുശേഷം ജസ്റ്റ് നടന്നു തുടങ്ങുകയും അത്യാവശ്യം പ്രാഥമിക ക്രിയകൾ തന്നെത്താൻ തന്നെ ചെയ്യാനും സാധിച്ചു. അതിന് മാതാവിൽ ഒത്തിരി അമ്മച്ചി വേദനിച്ച് സഹിച്ചിരിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ അമ്മച്ചി ഒത്തിരി ശരണപ്പെട്ട് മാതാവിൽ പ്രാർത്ഥിച്ചിരുന്നു. എന്തായാലും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്നോണം ഇപ്പോൾ അമ്മച്ചിക്ക് വാക്കറിൽ നടന്ന് അത്യാവശ്യം കാര്യങ്ങൾ അടുക്കളയിലൊക്കെ ഒന്ന് പോയി അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത് എനിക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ മകന് ഞാൻ ഈ ജനുവരിയിൽ രണ്ടാമത്തെ മകന് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പായിട്ട് ഇവിടെ ഒന്നൊന്ന് പ്രാർത്ഥിക്കാമെന്ന് കരുതി ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ വന്ന് പ്രാർത്ഥിച്ചു. നന്നായിട്ടൊന്ന്, കാരണം രണ്ടാമത്തെ മകന് ഇതുപോലെ +2 എക്സാം എഴുതാൻ പോകുന്നു, എൻട്രൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ശക്തമായി ഒന്ന് പ്രാർത്ഥിച്ച് പോകാനായിട്ട് ഞാൻ ഇവിടെ വന്നു. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങി കഴിയുമ്പോൾ നേർച്ച വസ്തുക്കളൊന്ന് വാങ്ങി ഇവിടെ നിൽക്കുമ്പോൾ ഇറങ്ങാൻ പോവുക. ബസ് സ്റ്റോപ്പിലേക്ക് പോകും തൊട്ട് മുമ്പ് എൻ്റെ മൂത്ത മകൻ്റെ കോൾ വന്നു, അമ്മേ എനിക്കൊരു ഓഫർ ലെറ്റർ വന്നു, അവനിപ്പോൾ 3rd ഇയർ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഈ സെം ബ്രേക്കിൽ കാൻഡയിൽ വിന്നിപെഗ് യൂണിവേഴ്സിറ്റിയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുള്ള ലെറ്റർ വന്നു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അതേസമയം ഇന്നിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, കാരണം അതിന് മുമ്പേ കിട്ടേണ്ടതായിരുന്നു. ഒരു ഡിസംബറിലൊക്കെ നമ്മളൊന്ന് കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അന്നേരം ഒന്നും വന്നില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങുമ്പോഴാണ് അവൻ പെട്ടെന്ന് വിളിക്കുന്നത്. അവൻ അങ്ങനെയൊന്നും ഫോൺ വിളിക്കില്ല, ഞാൻ വിളിച്ചെങ്കിൽ മാത്രമേ അവൻ റിപ്ലൈ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. മാതാവിനോട് പ്രാർത്ഥിച്ചിറങ്ങും. ഇതൊന്നല്ല നമ്മൾ പ്രാർത്ഥിച്ചതുമില്ല, പക്ഷേ മാതാവിനറിയാം എങ്ങനെയാണ് നമ്മുടെ ഏറ്റവും ആദ്യം നടത്തേണ്ട കാര്യങ്ങൾ എപ്പം നടത്തി തരണമെന്ന് മാതാവിന് കൃത്യമായിട്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്താ ലെറ്റർ വന്നു. ഇപ്പോൾ അടുത്ത ഈ സെം ബ്രേക്കിൽ അവന് കാൻഡയിൽ സ്കോളർഷിപ്പോടുകൂടി 3 മാസം ഇൻറ്റേൺഷിപ്പ് കിട്ടാനുള്ള എല്ലാ പേപ്പറുകളൊക്കെ ശരിയായിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം ഞാൻ ഇതിനിടയിൽ എനിക്ക് കാറ് ഡ്രൈവിംഗ് പഠിക്കാനും വണ്ടി ഓടിക്കാനൊക്കെ അവസരമെത്തു. ഒരു ദിവസം ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഓവർടേക്ക് ചെയ്തതും പെട്ടെന്നൊരു സ്കൂട്ടർ കയറി വരികയും ചെയ്തു. എനിക്ക് വല്ലാത്തൊരു വിമിഷ്ടത്തിലാവുകയും, കാരണം അത് നല്ലൊരു ആക്സിഡൻറ്റിന് വന്നു. പക്ഷേ ജസ്റ്റ് മുട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പരിക്കില്ലാതെ ജസ്റ്റ് ഒരു ചെറിയൊരു പോറലോടുകൂടി ആ അപകടത്തിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കുകയും ചെയ്തു. ഇത്രയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി.